നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മൾ 3ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്രീം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഈ 3 ലെയറും അസംബിൾ ചെയ്യാം. ഇങ്ങനെ ഒരു പരുവം വരണം കണ്ടോ. ഒരുപാട് നേരം അടിച്ചാലേ ഇങ്ങനെ കിട്ടുള്ളൂ. നമുക്ക് കിട്ടുന്നത് ലൂസായിട്ടായിരിക്കും. ഈ പരുവാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ വളരെ ഫ്രഷ് ക്രീം ഫസ്റ്റ് ലെയർ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറി ഭംഗിയിൽ ഇങ്ങനെ വെക്കണം. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മുടെ നെക്സ്റ്റ് ലെയർ വെക്കണം. ലെയർ വെച്ചു കട്ട് ചെയ്ത് വന്നപ്പോൾ അത് ഏതാണ്ട് പറക്കും തളിക പരുവത്തിലാണ് വന്നിട്ടുള്ളത്. സാരമില്ല, നമുക്ക് ഫ്രഷ് ക്രീം വെച്ചിട്ട് അതൊക്കെ ആ ഓട്ടകളൊക്കെ ഒന്ന് അടിച്ച് പുറത്തേക്കൊന്ന് വൃത്തിയാക്കും. ചെറി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ലെയർ വെക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മുടെ ഈ റമ്മിൻ്റെയും ഷുഗർ സിറപ്പിൻ്റെയും ആ ഇതില്ലേ ഒഴിക്കാം. അയ്യോ, വീണ്ടും വിപ്പിംഗ് ക്രീം. ഈ ചോക്കോ സ്ട്രാൻഡ്സ് ഇതിൻ്റെ മുകളിൽ കിട്ടും. അപ്പോൾ നമ്മൾ കളർ ബോൾസും എല്ലാവരെയും നമ്മൾ വെച്ചു അവിടെ. ഇനി നമ്മുടെ ഈ എന്താ പറയുക, നമ്മൾ ഫോണ്ടൻ കട്ടേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ക്യാരക്ടേഴ്സിനെ ഇവിടെ വെക്കാം 1 by 1. നമ്മുടെ കേക്ക് റൗണ്ടും ഇവിടെ തീർന്നു. ഇത് കഴിഞ്ഞ എലിമിനേഷൻ എന്നൊക്കെയാണ് കേൾക്കുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവസാനമായിട്ടായിരിക്കും കിച്ചൺ മാജിക്കിൽ ഉണ്ടാവുക. എന്തായാലും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പണി നിങ്ങളെല്ലാവരും കണ്ടില്ലേ. ഫ്രീ ആയിട്ടിരിക്കുന്ന നേരത്ത് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ബൈ.